ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു സിമ്പിൾ ഡെയിലി റുട്ടീനാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ ഞാൻ നമ്മുടെ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. പുട്ടിന് കൂട്ടാൻ പറ്റുന്ന നല്ല കറുത്ത കടല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയില്ലേ, അതിനുവേണ്ടി. ഇതിപ്പോൾ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത കടലയ്ക്കകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങളിട്ടിട്ട് ഇതൊന്ന് നെകക്കെ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കണം. പിന്നെ ഇതിൻ്റെ ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉപ്പ് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. ഇല്ലെന്നാണെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ടാണേലും മതി. ചിലരൊക്കെ തുടക്കത്തിലെ ഉപ്പ് ചേർക്കാറില്ല, പക്ഷെ ഞാൻ ഉപ്പ് ചേർത്തിട്ട് സാധാരണ വേവിക്കുന്നത്. അതിനെനിക്ക് ഇതുവരെ ഒരു ഉപ്പ് ചേർത്തിട്ടും ചേർക്കാതെ വ്യത്യാസം തോന്നിയിട്ടില്ല. പിന്നെ ഒന്ന് ഒരു 5-6 വിസിലടിക്കുന്ന വരെ, അത് ഓരോ കുക്കറിനെ ഡിപ്പെൻസാണ്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10-15 ഉലുവയും കുറച്ച് കുരുമുളകും ഗ്രാമ്പുവും ഏലക്കയും പിന്നെ പട്ട ഞാൻ ചെറുതായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അത്യാവശ്യം നന്നായിട്ട് വറക്കുക. മെയിനായിട്ടും ഇത് ഒത്തിരി അങ്ങ് വറന്നു പോയില്ലെങ്കിലും ചെറുതായിട്ട് ബ്രൗൺ നിറാവുന്ന വരെ വറക്കണം. ഇതിൻ്റെ അകത്തോട്ട് ഇപ്പം ഞാൻ കറിവേപ്പിലയും പെരുംജീരകവും ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് വറുക്കുക. പിന്നെ ഇതെല്ലാം ഈവനായിട്ട് വറുത്ത് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് തേങ്ങ വറുക്കാനിടാം കേട്ടോ. കാരണം അങ്ങനെ ആകുമ്പോൾ ഇതിപ്പോൾ എൻ്റെ തേങ്ങ വറന്ന് വരുന്നത് അൺഈവനായിട്ടാണ്. പിന്നെ ഇതിനകത്തോട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ അത്യാവശ്യം ബ്രൗൺ ആവുന്നത് വരെ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. ഈ അൺഈവനായിട്ട് വറുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, തേങ്ങ വറുക്കുന്നതിന് മുമ്പ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് വറുത്താൽ മതി. എനിക്കിപ്പം കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആദ്യം ഒന്ന് ഇത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. ആ ചൂടൊന്ന് പോയിട്ടൊന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഉള്ളതെല്ലാം നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇല്ലെന്നാണ് ചിലപ്പോൾ ചെറിയ പീസ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ അരയാണ്ട് കിടപ്പുണ്ടാവും. അതുകൊണ്ടാണ് ക്രഷ് ചെയ്തിട്ട് അരച്ചെടുക്കുന്നത്. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ. കാരണം തേങ്ങ അരച്ച കറി അതാണ് വെളിച്ചെണ്ണയ്ക്കാണ് ടേസ്റ്റ്. എന്നിട്ട് കടുക് ഒന്ന് പൊട്ടി വന്നതും അതിൻ്റെ അകത്തോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരണം. എന്നിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒരു 4 വലിയ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടമുളകാണുള്ളത്. ഇതിന് പകരം നമ്മുടെ വറ്റൽമുളകില്ലേ, അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടല ഇതിൻ്റെ അകത്തോട്ട് ആ ചാറോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഈ ചാറ് നമുക്ക് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് ചാറിൻ്റെ അയവും എല്ലാം വേണ്ടത്. ഇതിൻ്റെ അകത്തോട്ട് തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മസാലയും ഉപ്പും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിത് അധികം കുറുക്കുന്നില്ല, കാരണം എനിക്ക് പുട്ടിൻ്റെ കൂട്ടത്തിലാണ് ഈ കറി വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ തന്നെ ചാറോട് കൂടിയിട്ട് എടുക്കുന്നത്. പിന്നെ കുറച്ച് കുറുകിയത് ചാറാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചൊരു കടല എടുത്തിട്ട് അതൊന്ന് അരച്ച് ചേർത്താൽ പോലും നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി ലഭിക്കും. പിന്നെ ഇതിപ്പോൾ പുട്ടാക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാവർക്കും അറിയാലോ. ആദ്യം തേങ്ങ ഒരു ലെയർ ഇട്ടു, എന്നിട്ട് പുട്ടിൻ്റെ പൊടി ഇട്ടു, എന്നിട്ട് അതിന് മേലെ തേങ്ങ ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഇതിന് പകരമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ച പോലെ ക്യാരറ്റ് പുട്ടാക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബീട്രൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളുടെ ചീരയൊക്കെ ചേർത്തിട്ട് ലീഫി ആയിട്ടുള്ള, അതായത് പച്ച കളറുള്ള പുട്ടോ ഒക്കെ ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇതായിരുന്നു നമ്മളുടെ രാവിലത്തെ ഫുഡ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനവിടെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എഗ് സ്ക്രാമ്പിൾസും കൂടെ വേണം എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്ത് വെച്ചത്. അത് പക്ഷേ ഞാൻ വീഡിയോയിലേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അന്ന് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി യൂണിക്കോണിൻ്റെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയായിരുന്നല്ലോ. അവിടെ ഡൈനോസറിൻ്റെ ഐസ്ക്രീം കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡൈനോ വേണം എന്നും പറഞ്ഞുകൊണ്ട് അത് എന്തോ കാര്യത്തിൽ നമ്മളുടെ സംസാരത്തിൽ വന്ന് അത് കേട്ട് അതിനുവേണ്ടി വാശി പിടിച്ചതായിരുന്നു. അങ്ങനെ പിന്നെ എന്നാൽ പിന്നെ പുറത്ത് പോയേക്കാന്ന് വെച്ച് അങ്ങനെ നമ്മൾ പോയ വഴിക്ക് ഇവിടെ ഇപ്പം പ്രാവിന് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ പ്രാവിനും അതുപോലെ പൂച്ചയ്ക്കൊക്കെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഫുഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പ്രാവെല്ലാം അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവൾ ഓടിപ്പോയി അതിനെ പിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫുഡ് കോർട്ടിൽ വന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഫുഡ് കോർട്ടിൽ ചെന്ന് അവിടുന്ന് ഫുഡൊക്കെ ഓർഡറാക്കി കഴിച്ചു.
നമുക്ക് നോയമ്പായതുകൊണ്ട് തന്നെ സിയയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കമ്പനി ഉള്ളപ്പോഴാണ് അവൾക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇവൾക്ക് വേണ്ടി മാത്രം കുറച്ചുണ്ടാക്കും. ഉണ്ടാക്കിയാൽ അവളത് ഫുള്ള് കഴിക്കണമെന്നില്ല. അങ്ങനെ പോയപ്പം പിസ്സ, മാർഗറിറ്റ പിസ്സ പറഞ്ഞു. അതാവുമ്പോഴത്തേക്കും ചീസ് മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു ഫുഡ്. പിന്നെ അത് കഴിഞ്ഞ് ഇതായിരുന്നു അവരുടെ ഡൈനോസറിൻ്റെ ഐസ്ക്രീം. ഇത് കൂടാണ്ട് അവിടെ വേറെയും 2 ടൈപ്പ് ഐസ്ക്രീം ഇരിക്കുന്നുണ്ട്. ഇനി എപ്പോഴേലും പോവുകയാണെങ്കിൽ അന്നേരം അത് എടുത്ത് കഴിക്കാം. ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിച്ച് വെച്ചപ്പോഴത്തേ അവൾ അത് വേണ്ടെന്നും പറഞ്ഞ് തിരിച്ച് വാങ്ങി വെച്ചതാണ്. കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മൾ ഇവിടെ ഡേ ടു ഡേയിൽ കയറിയായിരുന്നു. പിന്നെ അവിടുന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട, ഞാനാദ്യം 1-2 എടുത്തു കൊടുത്തു. അതൊന്നും അവൾക്ക് സെറ്റാവില്ല. അവൾ ഇഷ്ടപ്പെടുന്നത് ഇപ്പം ഭയങ്കര സെലക്റ്റീവായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെ എടുക്കുകയുള്ളൂ. ഇല്ലെന്നാണെങ്കിൽ അത് യൂസ് ചെയ്യില്ല. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഓരോ സ്വഭാവങ്ങൾ ആയി വരുന്നുണ്ട്. അങ്ങനെ അവസാനം അവിടെ ആ വൈറ്റിൻ്റെ സെയിം പിങ്ക് ഹെയർ ബാൻഡ് എടുക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഇത് വൈകുന്നേരം ഫുഡിന് വേണ്ടിയിട്ടാക്കിയതാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, ഒരു 1/2 കപ്പ് തേങ്ങയുണ്ട്, അത്രയും തേങ്ങയും അതിൻ്റെ അകത്തോട്ടൊരു 2-3 സ്പൂൺ തൈര്, അത്യാവശ്യം നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കുക. കട്ട തൈരെടുത്ത് അതിൻ്റെ അകത്തോട്ടൊരു 1/2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും 1 പച്ചമുളക് എടുത്തത്, എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവേ. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്തോട്ട് ജീരകവും കടുകും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ തൈരിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അത് നന്നായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ചേർക്കാണ്ട് തന്നെ അരിഞ്ഞു കിട്ടും. എന്നിട്ട് ഇനി ഒരു ചീനിച്ചട്ടി ചൂടാകുമ്പം അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ചേർക്കുക. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുക. എന്നിട്ട് പിന്നെ ഞാനിവിടെ ബീട്രൂട്ട് ചെറുതായിട്ട് ചോപ്പറിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ വേവിക്കുന്നില്ലെങ്കിൽ ബീട്രൂട്ട് പെട്ടെന്ന് വെന്ത് കിട്ടൂലല്ലോ. ഇത് കടുക് പൊട്ടിച്ചപ്പോൾ ഞാൻ സവോള ഇടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ സവോള ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് അത്യാവശ്യം ഒന്ന് വെന്തു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ തേങ്ങയുടെ കൂട്ടരച്ചില്ലേ, അതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ടിട്ട് കറിക്ക് കുറച്ചും കൂടെ ലൂസ് വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തത്. അത് നിർബന്ധമില്ല. അത് നമ്മളുടെ തൈരിൻ്റെ ലൂസ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഫുഡിന് വേറെ ഞാൻ പിന്നെ ഓംലെറ്റ് ആക്കാൻ വേണ്ടി ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ആർക്കും അറിയത്തില്ലാത്ത റെസിപ്പിയൊന്നുമല്ല, പിന്നെ ഞാൻ ചെയ്തപ്പം അങ്ങ് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും സവോളയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് പിന്നെ ചേർക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആ മുട്ടയെല്ലാം ഒടിഞ്ഞ് എല്ലാം ഈവനായിട്ട് വരണം. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കാതെയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ടൊരു പാൻ ചൂടാക്കി അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതും നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2 സൈഡും മറിച്ചും തിരിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതുണ്ടല്ലോ, ഓവൻ്റെ അകത്ത് എങ്ങനെ പപ്പടം വറുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതാകുമ്പോൾ എണ്ണയില്ലാണ്ട് നമുക്ക് വറുത്ത് കിട്ടുമല്ലോ. ഞാനിപ്പം പപ്പടം ഒന്ന് കൊട്ടിയെടുത്തിട്ട് അത് അങ്ങനെ തന്നെ ഓവൻ്റെ അകത്തെ ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ ഓവൻ്റെ എൻ്റേത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ 30 സെക്കൻഡാണ് വരുന്നത്. അത് എത്രയാണ് ഓരോ ഓവനിലും വ്യത്യാസം ഉണ്ടാവും. അത് അങ്ങനെ ആ ഒരു സർക്കിൾ, അതായത് 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ പപ്പടം പൊള്ളി വരും. പക്ഷേ എണ്ണയ്ക്കകത്ത് പൊള്ളി വരുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ ട്രൈ ചെയ്യാം. എന്നിട്ട് ഇതൊക്കെയായിരുന്നു ചോറിന്. അന്നേരം ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് വെച്ച അച്ചാറുണ്ടായിരുന്നു പരിപ്പ്. അത് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, കാരണം ഒരാഴ്ച ആയതേ ഉള്ളൂ. അതിപ്പം നോക്കിയപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് അച്ചാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറിൻ്റെ റെസിപ്പി ഇതിൻ്റേത് ഞാൻ ഇട്ടിട്ടില്ല, പക്ഷെ ഒത്തിരി അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. അത് ആവശ്യമുള്ളവർ പോയി നോക്കിയാൽ മതിയേ. താങ്ക് യു ഫോർ വാച്ചിങ്.